surprise for you. ഇന്നലെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ചീട്ടി വാങ്ങി തരുമെന്ന് ഇതായിരിക്കും മുറ്റത്ത്. ഹലോ എവരിവൺ, ഇന്നത്തെ വ്ളോഗ് എനിക്കൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അതുകൊണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും മുന്നേ കഴിഞ്ഞ ആഴ്ചയിൽ മുതലുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്കിലാണ് ഞാൻ ഒരു ബൈക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഷോറൂമിൽ പോയത്, റോയൽ എൻഫീൽഡിൻ്റെ. അപ്പം ഒരുപാട് നാളായിട്ട് ഹസ്ബൻഡ് ഇച്ചായൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ബൈക്ക് എടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ റീസൺസൊക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്. ഇപ്പം എന്തിനാ ഒരു ബൈക്ക്, കാറില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വിടാറുണ്ട്. പക്ഷെ അത് ആളുടെ ഒരു ഭയങ്കര ഡ്രീമാണെന്നുള്ളത് പിന്നെ എനിക്ക് റിയലൈസ് ചെയ്ത് തുടങ്ങി കേട്ടോ. കാരണം വേറൊന്നുമല്ല, എപ്പോഴും ഓരോ റീൽസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ആളിങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. ഫുൾ ടൈം ഇങ്ങനെ GT ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ തവണത്തെ ബർത്ത്ഡേക്ക് ഇതിൽ കൂടുതൽ എനിക്ക് വലിയൊരു ഗിഫ്റ്റിന് വേറെ കൊടുക്കാനില്ല എന്ന്. കാരണം ആൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആ ബൈക്ക് എടുക്കാൻ. അപ്പം ഞാനാണ് ഓരോ തവണ ഓരോ റീസൺസ് പറഞ്ഞ് വേണ്ട, ഇപ്പം എടുക്കണ്ട, നമുക്ക് കുറച്ചും കൂടി കഴിയട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ. അപ്പം എനിക്ക് തോന്നി ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് ആൾ ചിലപ്പോൾ എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ചൂസ് ചെയ്തത്. സോ ഞാനും അനുവും അതുപോലെ അപ്പൂസും കൂടെയാണ് അടുത്തുള്ള ഷോറൂമിൽ പോയി ബൈക്കൊക്കെ നോക്കിയത് കേട്ടോ. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ അപ്പൂസും ഞാനും ഒന്ന് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബുക്ക് ചെയ്തിട്ട് പക്ഷെ വണ്ടി വന്ന് നോക്കി അഡ്വാൻസ് ഒന്നും കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറ് ഗ്രീനാണ്, GTയിൽ ഇഷ്ടമുള്ളൊരു കളറ് ഗ്രീനാണ്. അതും ഞാൻ നൈസായിട്ട് അപ്പൂസിനെ കൊണ്ടൊക്കെ ചോദിപ്പിച്ച് ഒരുപാട് നാൾ മുന്നേ ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനായിട്ട് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട വണ്ടിയും കളറും എല്ലാം ചൂസ് ചെയ്ത് ഞാനത് ബുക്ക് ചെയ്തു. അങ്ങനെ വണ്ടി വന്നത് പക്ഷേ ഒരു 4 to 5 days കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കേട്ടോ വണ്ടി വന്നത്. എന്നാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, വണ്ടിയുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ വന്നു. അങ്ങനെ അതെല്ലാം എനിക്ക് ഏറ്റവും സന്തോഷം, ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഭയങ്കര എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. എന്നെക്കൊണ്ട് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടുള്ളൊരു സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും ആണ് കേട്ടോ എൻ്റെ ഫേസിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഒരു 4 to 5 days കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വണ്ടി വന്നത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് കാണാതെ എടുത്തതായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. അപ്പോൾ ആ സെയിം കളറിൽ തന്നെ ഇവൻറ്റിന് കോസ്റ്റ്യൂമും സ്റ്റേജ് ഡെക്കോറും എല്ലാം ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ഞാനൊരു ഷൂട്ടൊക്കെ ഉണ്ട്, ഷൂട്ടിന് പോകണം, ആ ഒരു പേരും പറഞ്ഞിട്ടാണ് കേട്ടോ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യണേ. ഇങ്ങനെ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ വണ്ടി എടുത്തതോ ഒരു ഹിൻറ്റ് പോലും ഞാൻ ആൾക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ഒരു പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരു 2-3 weeks മുന്നേ ഞാൻ ബർത്ത്ഡേയുടെ പ്ലാനിങ് തുടങ്ങി. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ കോസ്റ്റ്യൂം ഞാൻ ഇതുപോലെ ഗ്രീൻ തന്നെ ചൂസ് ചെയ്ത കാരണം കൊണ്ട് ഒരു ഷൂട്ടിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് അതും ആളെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു കേട്ടോ. ഒരു ഷർട്ടാണ് എടുത്തത്, ഫോർമൽ ഷർട്ട്, പിന്നെ അതുപോലെ ഒരു ഫോർമൽ പാൻറ്റും. ഇതാണ് ഞാൻ നോക്കിയത്. കാരണം ആൾക്ക് ബ്ലേസർ നോക്കിയിട്ട് ആ ഒരു ഷെയ്ഡിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഉണ്ടായിരുന്ന ഒരു വഴി ഇതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ആഗ്രഹിച്ച പോലെ വന്നില്ലെങ്കിലും കിട്ടിയത് വെച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതും നോക്കി അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ബർത്ത്ഡേയുടെ അന്ന് ഇത് ബർത്ത്ഡേയുടെ അന്നല്ല, ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ. 11th നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അനു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആകെ 2 മണിക്കൂർ ആൾ ഉറങ്ങിയിട്ടുള്ളൂ. ഇച്ചാൻ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒന്നും അറിയാതെ പാവം. അപ്പോൾ ഞാൻ എന്താ റെഡിയായി കഴിഞ്ഞു. നെയിൽ പോളിഷൊക്കെ ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത് തന്നെ, തലേ ദിവസം ഒന്നും നോക്കിയിട്ടേ ഇല്ല. ഒന്നാമത്തെ ടൈം കിട്ടിയിട്ടില്ല, ഓരോ കാര്യങ്ങളിലും ഓട്ടവും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴും ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു പേരും പറഞ്ഞ, അല്ലെങ്കിൽ ആ വീഡിയോസ് എടുക്കണം എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് ഇച്ചായൻ്റെ അടുത്ത് പറഞ്ഞ് റെഡിയാക്കിപ്പിച്ചേക്കുന്നത്. നമ്മളൊരു ഷൂട്ടിന് ഇറങ്ങാൻ നിൽക്കുകയാണ്.
ഓക്കെ, നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഈ ചായ കൊണ്ട് ഇറങ്ങുകയാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. വലിയൊരു കാര്യം പൊളിയാനിരിക്കും. ഓക്കെ ഗായ്സ്, ഇതാണ് ഇന്നത്തെ ലുക്ക്. നെയിൽ പോളിഷ് അടിക്കണുള്ളൂ, ഇന്നലെ മറന്നു പോയതൊക്കെ. ഇതൊരു ഫുൾ ഗൗൺ മേക്കപ്പ് ലുക്ക്. ഫേസ് ഒന്ന് കാണിച്ചോ. നല്ല ഷാർപ്പായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ലൈറ്റ് ഇല്ല എന്നുള്ളൂ നോക്കാം. ഇച്ചിരി കഴിയുമ്പത്തേന് സെറ്റ് ആവും. ലിപ്സ്റ്റിക് ചെരുപ്പ് എന്തിനാ? അത് പുറകുവശത്തന്നാണോ? അയ്യോടാ, ടച്ച് ചെയ്യാതില്ല. ഞങ്ങളെന്ന് ഇറങ്ങുകയാണ് ഗായ്സ്. ലെറ്റ്സ് ഗോ. അപ്പൂനൊക്കെ വിളിച്ച് എണീപ്പിക്ക്. അവൻ വെറുതെ കിടന്നുറങ്ങ അവിടെ. ഓക്കെ ബൈ. ആ ശരി, ലെറ്റ്സ് ഗോ. എത്തിയിട്ടുണ്ട് നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് ഫോട്ടോഗ്രാഫർ സുജിത് ബ്രോ. അവിടെ റാഫേല് സെറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വോയിസ് അത്ര ക്ലിയർ ആവുന്ന അറിയില്ല, ബീച്ചിന്റെ സൗണ്ട് വരുന്നു. ഹായ്, തുടങ്ങാം. സുജിത് ബ്രോന്റെ അടുത്ത് ഞാൻ മാക്സിമം ടൈം എടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു 3 hours എങ്കിലും ആളെ എനിക്ക് ഇവിടെ ഹോൾഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെ പ്രോസാണോ? ഓക്കെ, റെഡി, 1 2 3 ചെയ്തേ. ഓക്കെ, നോസ് അടിപ്പിച്ചേ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോള് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഷൂട്ടിൻ്റെ ഇടയിൽ. ഇവൻറ്റിൻ്റെ ആൾക്കാരാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ മാക്സിമം ഇവിടെ ഹോൾഡ് ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 3 hours ഇവിടെ ഹോൾഡ് ചെയ്യിക്കാനുള്ള പരിപാടി നോക്കിയത്. അങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ മീൻ പിടിക്കാൻ വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് എത്ര പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് നടന്നതെന്ന് അറിയോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടി, നീ തെറ്റിക്കണ. ഈ കൈ വിടരുത്, ഇങ്ങനെ ഇങ്ങനെ എടുക്കണ്ടേ, അപ്പൊ തന്നെ വിടാ. ഈ കൈ വിട്ടാ മതി, അപ്പൊ അവിടെ തിരിഞ്ഞോളൂ. അല്ലല്ല, 1 ഇങ്ങനെ വന്നു, അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടി, അതിൽ തിരി. അപ്പൊ ടൈമിങ് ഉള്ളിക്കൂടെ ഇങ്ങോട്ട് ഫസ്റ്റ് അങ്ങോട്ട് തിരിയണം. എടാ നീ പച്ചയിടുന്നില്ലേ അപ്പൊ? ഇടയിൽ എന്തായി അനു വന്നേന്നല്ലേ, വേറെ ഒന്നുമല്ല കേട്ടോ. മീൻവൈൽ ഇവരിവിടെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഞങ്ങളവിടെ ഷൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഇവിടെ എല്ലാവരും കൂടെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവൻറ്റിൻ്റെ ഡെക്കോസും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അനു ആണെങ്കിൽ എല്ലാവരും പിടിച്ച് ഗ്രീൻ കോസ്റ്റ്യൂം ഇടിക്കുന്നുണ്ട്. വിട്ടു, വീണ്ടും അതുപോലെ തന്നെ തിരിഞ്ഞു, ആ കൈ വിട്ടിട്ട് ഇത് അതന്നെ അത് അതുപോലെ കച്ചവടം എടുക്കാം നമുക്ക്. മറ്റേ ആ മൂവ്മെന്റ് കിട്ടിയാണ്. തെറ്റിച്ചു, ഐഷു തെറ്റിച്ചു. ഉള്ളിക്കൂടെ ഇങ്ങനെ അതന്നെ
ഫസ്റ്റ് റൈറ്റിക്ക് പോകണം അല്ല ലെഫ്റ്റിക്ക് പോകണം ആലോചിച്ചാൽ മതി പിന്നെ കറക്റ്റ് ആണ്. നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ല കിട്ടിയാലോ. ഓക്കെ റെഡി 1 2 3 ചെയ്ത് തിരിഞ്ഞു വിട്ടോ. ആളോട്ടാ. ഓക്കെ വീണ്ടും തിരിഞ്ഞ. ഓക്കെ ഇതിൻ്റെ ഔട്ട്പുട്ട് വീഡിയോ വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 10-15 ടേക്കെങ്കിലും ഞങ്ങൾ ഇതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവും. മാക്സിമം 3 മണിക്കൂർ എന്ന് പറഞ്ഞത് 3-3.5 മണിക്കൂർ എടുത്തു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഔട്ട്പുട്ട് വരുമ്പോ അറിയാലേ. ദേപ്പുട്ട്. ഓക്കെ നമ്മള് ജസ്റ്റ് ഇതേതായിരുന്നു ബീച്ച് ശ്രീകൃഷ്ണമുഖം ബീച്ച്. ശ്രീകൃഷ്ണ ആ സ്ഥലത്തായിരുന്നു നമ്മള് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇപ്പൊ തിരിച്ച് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ വീടെത്തും. ഓക്കെ കാണാം. ചെല്ല് ഷൂട്ട് കഴിഞ്ഞിട്ട് ഷൂട്ട് ഓപ്പൺ ചെയ്യാം. എന്താണ് സംഭവം ഇപ്പോഴും റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ് ഫോർ യു. റെഡി ആണോ? ഓപ്പൺ ചെയ്യാം. എന്നാ ഓപ്പൺ ചെയ്തോ. ഓപ്പൺ ചെയ്തോ. ഇന്നലെ കൂടെ എന്റെ അടുത്ത് പറഞ്ഞല്ലോ ചീട്ടി വാങ്ങിത്തരുമെന്ന്. ഇതായിരിക്കും മുറ്റത്ത്. എക്സ്പെക്ട് ചെയ്തായിരുന്നോ? കറിയണ്ടാ പോട്ടെ. അടിപൊളി. ഞാനോ ഉറക്കത്തിന് ഇഷ്ടപ്പെട്ടോ? യോ ഫേവറേറ്റ് കളർ. ഇന്നലെ രാത്രിയും കൂടെ എന്നോട് പറഞ്ഞോളൂ ഫോട്ടോ കാണിച്ചിട്ടടി ഇത് എടുക്കാടി വാങ്ങിക്കണേ. ഞാൻ പറഞ്ഞു പോയെന്ന്. എനിക്കിപ്പൊ ഇതിനാണ് പൈസ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ട്. അപ്പോഴെന്നെ മനസ്സിൽ ദൈവമേ ഞാൻ പ്ലാൻ ചെയ്ത് നടന്നല്ലോ എന്നൊക്കെ. ഇതെല്ലാം കഴിയുമ്പോ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ചാടിപ്പോകും. അല്ലേ അവിടെ മൊത്തം മണ്ണി കൂടെ വന്നിട്ട് ഉള്ളിലൊക്കെ ഇതായി. മൈക്കെങ്കിലും വന്ന് ഇറങ്ങാറുന്നു. സർപ്രൈസ് പോയില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
All of you please come. Yes. അമ്മ കൊച്ചില്ല കാത്തു എന്നാ കാത്തു എടാ ഇത് കൊടുത്തില്ല. അയ്യോ ഇനി കൊടുത്തില്ല. പിടിച്ചോ ഞാൻ ചേർന്ന് കൊടുക്കാം. കയ്യില് മറ്റേ ഇത് അതിന് തുടക്കി. ഞാനൊരുമാതിരി അതും പിടിച്ചിട്ട് ഓക്കെ റെഡി? ഫോട്ടോ വീഡിയോ ആണോ? വീഡിയോ ആണോ? വീഡിയോ ആണല്ലേ? ഫോട്ടോ ഫോട്ടോ എന്ത് വേണമെങ്കിലും എടുത്തോ. മൂവ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ ഇവിടെ ഫോണെന്ത് ഓക്കെ റെഡി ചെയ്തോ. സ്വന്തം വണ്ടിയല്ല ഇങ്ങോട്ട് അങ്ങോട്ട് കുറേ ശരിക്കോട്ടെ കേറിക്കോട്ടെ സ്റ്റാർട്ടാക്കുന്നു. കയറുന്നോ കയറുന്നോ രണ്ടുപേരും ചേർന്നു. എല്ലാം ഇവിടെ ശുഭമായി കഴിഞ്ഞിരിക്കുന്നു. സർപ്രൈസ് എല്ലാം ഇവിടെ പൊളിച്ചിരിക്കുന്നു. കിണി കിണി പോണം. സന്തോഷമായി എവിടെട്ടാ? 25 ഷോറൂം പറയുന്നത്. സോ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നമ്മളെ സർപ്രൈസ് എല്ലാം കഴിഞ്ഞു. സുജിത്ത് പാവൻ രാവിലെ മുതൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിൽക്കാന്നൊക്കെ. അപ്പോ ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അതെ, ഇതിന്റെ ഔട്ട്പുട്ട് കാണാനായിട്ട് മറക്കരുത്. ഇപ്പൊ വേഗം വരും. ബൈ ബൈ. ഓക്കെ ബൈ. കിട്ടിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ പടക്കമൊന്നും വേണ്ട. എല്ലാം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി നമ്മുടെ വെയിലത്തിരിക്കുക. അനു അപ്പോ വല്ലതും അറിയാത്ത പോലെ നിക്കുന്ന നോക്കി. ആക്ച്വലി നമ്മൾ ഇതിന്റെ പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരു 2 weeks ആയല്ലേ. നമ്മൾ പോയി വണ്ടി നോക്കി, ഒരു ഹിന്റ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നാളായിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നതാ
വണ്ടി വേണം, ഈ സെയിം സാധനം വാങ്ങണം. അപ്പോഴേ ഞാൻ ഇങ്ങനെ സർപ്രൈസ് പ്ലാൻ ഇങ്ങനെ ഇട്ട് വെച്ചേക്കായിരുന്നു. ഇന്നലെ രാത്രി കൂടെ എന്നോട് ചോദിച്ചു വണ്ടി വാങ്ങിത്തരുമോ ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പം വേണ്ട, സമയമാവട്ടെ പറഞ്ഞെങ്കിൽ ഹോൾഡിൽ ഇട്ടേക്കായിരുന്നു. ഇന്ന് ഫോട്ടോഷൂട്ട് ഉണ്ട്, റെഡിയായി പോകണം എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ അനു വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്ന് നമ്മൾ നേരെ ചെറായില്ല തൃശ്ശൂർ ബീച്ചിൽ പോയി ഷൂട്ട് ചെയ്ത്. ആ ഷൂട്ടിന്റെ ഇടയിൽ പാവാനു അതുപോലെ ഇവന്റിന്റെ ആൾക്കാര് സാരില്ല, അവരെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ലിറ്റി ഇവരെല്ലാവരും കൂടിയാണ് ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നത്. ആ ഒരു 2-3 hours. ആ 2-3 hours ഞാൻ അവിടെ ഷൂട്ടിന്റെ പേര് പറഞ്ഞ സുജിത് ബ്രോയെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട്. എല്ലാവരും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്തു മേക്കപ്പിന്, അല്ലാതെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ. പിന്നെ ഇവന്റിന്റെ ചേച്ചി, പിന്നെ അതുപോലെ തന്നെ ക്യാമറയ്ക്ക് സുജിത് ബ്രോ, എല്ലാവരും കൂടിയാണ് ഈ സർപ്രൈസ്. കാരണം ഞങ്ങള് എപ്പോഴും ഒരുമിച്ച് ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ കിട്ടാറില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇത്തവണ ഒരുമിച്ചുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോ പോയാലും 1-2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരിക. അപ്പൊ ഈ ടൈമിൽ ഒരുമിച്ച് നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാൻ വെച്ചിട്ട് ഇത്രയും വലിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്താണെങ്കിലും അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അടുത്തുണ്ടാവാറില്ല. അതെ, നോർമലി ഉണ്ടായിട്ടുള്ളത് കല്യാണത്തിന് മുന്നെയാ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കുന്നത്. എന്റെ ഇതുവരെ എനിക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു വിടും, എന്റെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ഇത്രയും നാളും കേക്ക് കട്ടിങ്ങും എല്ലാം ചെയ്തോണ്ടിരുന്നത്. ഈ സമയം ഇന്ന് ഈ ബർത്ത്ഡേക്ക് ഒരുമിച്ച് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു യു ഓൾ ഗൈസ്. ഇവര് ഇറങ്ങാൻ നിൽക്കാനും ഇന്ന് ഡ്യൂട്ടിക്ക് കയറണം. ഞാൻ പോവാൻ അതെ, ലിറ്റി ഇറങ്ങാൻ പോവാം. ഓക്കെ, ബൈക്ക് ഇഷ്ടായ? സൂപ്പർ. കേക്ക് തീരുന്നല്ലോ. ലിറ്റി, ഹൗ വാസ് ദ സർപ്രൈസ്? ഒരെണ്ണിവിടെ ഉറങ്ങാ, കാത്തു അപ്പുറത്ത് ഉറങ്ങാണല്ലേ. അതിവിടെ ഉറങ്ങിപ്പോയി. ഇവിടെ എല്ലാം അൺപാക്ക് ചെയ്തു എന്നൊക്കെ. നീ പോണ്ട അവരുടെ കൂടെ? ചേച്ചിയുടെ കൂടെ പോണോ? വൈ? നീ അവരോട് പറഞ്ഞല്ലേ, പ്രോമിസ് ചെയ്തല്ലേ? എല്ലാം വെയിലത്ത് തുടങ്ങി പൊട്ടിത്തുടങ്ങി. ഇറങ്ങിയോ? ബൈ ബൈ. ആരെ പിടിക്കാനോ ചോദിച്ചു? എവിടെ ലിറ്റിയുടെ? അതോ തങ്കമേ, എന്തേലും ഹിന്റ് കിട്ടിയായിരുന്നോ? ഗസ് ചെയ്തായിരുന്നോ? മുഖമൊക്കെ വിളറി വിവശയായി പരവശ കൊടുത്ത് സർപ്രൈസ് കണ്ടിട്ടല്ലേ? എന്താന്നുള്ളത് അമിച്ച് അതിന് നീ കേറി വരുമ്പോ വണ്ടി കണ്ടില്ലല്ലോ. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാനും അപ്പൂസാണ് പോയി വണ്ടി ബുക്ക് ചെയ്യണേ. GT ഇഷ്ടമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും GT എടുക്കാം, GT വാങ്ങാം എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ പറയും. അപ്പൊ ഞാൻ ഓർത്തു തവണ ബർത്ത്ഡേക്ക് എന്നാ സർപ്രൈസ് വയ്ക്കാന്ന്. അങ്ങനെ പിന്നെ കളറിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കളറിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന് അപ്പൂസ് ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, അളിയും വരുമ്പോ ഞാൻ ചോദിക്കാം, ചേട്ടന്റെ ഫ്രണ്ടിന്റെ ചേട്ടന് ബൈക്ക് എടുക്കുന്നുണ്ട്, അപ്പൊ അളിയന് ഏത് കളറാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ അപ്പൂസ് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ബോട്ടിൽ ഗ്രീൻ, ബ്രിട്ടീഷ് ഗ്രീൻ, അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അത് കൺഫേം ആയി. അപ്പൊ അതിന്റെ പുറകിൽ ലിറ്റി ഇരുന്നിട്ട് പറഞ്ഞു, എടി എന്തായാലും വാങ്ങിച്ചു കൊടുക്കുക, കാരണം എന്താ വെച്ചാല് ഭയങ്കര ആഗ്രഹിച്ചിരിക്കണ്ട. ലിറ്റി ആണെങ്കിൽ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, എടി വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ TV-ലൊക്കെ ഇവ ഇങ്ങനെ വെക്കും. അപ്പൊ പറഞ്ഞു വണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്, അത് തന്നെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ. ഞാൻ അത് തന്നെ എന്റെ പ്ലാനും. അങ്ങനെ ഒരു ദിവസം പോയി ബുക്ക് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയില് കാണിച്ചു തന്നത് കേട്ടോ. പോയി ബുക്ക് ചെയ്ത് 1-ാം തീയതി തന്നെ ആള് അവിടെ ഷോറൂമിലെ ചേട്ടൻ കറക്റ്റ് 1-ാം തീയതി തന്നെ വണ്ടി അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 ദിവസത്തോളം വണ്ടി ഷോറൂമിൽ ഇരിക്കുകയായിരുന്നു. ബർത്ത്ഡേ 12-നാണ് ശരിക്കും. അത് ഇന്ന് 11th ആണ്. ഇന്നേ ഞാൻ സർപ്രൈസ് കൊടുത്തു, കാരണം 12-നായിരിക്കുമല്ലോ ആളെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു ടൈമിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ 11th-നാണ് സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ ആൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അല്ലയോ? അപ്പൊ
അപ്പൊ ഇത് ഇടക്കിടക്ക് ചോദിക്കാനെടുത്ത് ചേച്ചി വണ്ടിയായാ വന്നോ കണ്ടോ. അപ്പൂസ് ഇന്നലെ എന്നോട് പറഞ്ഞു മമ്മി അറിഞ്ഞ ചേച്ചി അളിയന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഗിയർ സൈക്കിളാണ്. ഞാൻ പറഞ്ഞു ചേച്ചീനെ എടുത്ത് എവിടെ ഇരുത്തിയാ കൊണ്ടുപോകണം ഗിയർ സൈക്കിൾ. അല്ല അളിയന് ഭയങ്കര ഇഷ്ടം റൈഡിന് പോകാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അളിയൻ എന്തായാലും റൈഡിന് സൈക്കിൾ കൊണ്ട് പോകില്ല. ഞാൻ പറഞ്ഞു ബൈക്കായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അല്ലടി മോളെ നോക്കിക്കോ നാളെ ഗിയർ സൈക്കിൾ വരും ഇവിടെ. അവനതിലും വലുത്. എന്താണെങ്കിലും എനിക്ക് ഏറ്റവും ഹാപ്പി ആയത് ആള് സർപ്രൈസ്ഡ് ആയി എന്നുള്ളതാ. ഗിഫ്റ്റിലോ അല്ലെങ്കിൽ അതൊന്നുമല്ല, എക്സ്പെക്ട് ചെയ്യാതെ ഭയങ്കര സന്തോഷത്തില് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കിട്ടിയല്ലോ. ഇത്രയും പരിപാടികൾ ഉണ്ടാവുന്ന ആള് പ്രതീക്ഷയിലാവുന്നു. Yeah. I love you so much. That's why. What to do? നീ അതിന് ബുദ്ധിമതിയാണെന്ന് അറിയാലോ. ഇവിടെ അതിനുള്ള ബുദ്ധിമതിയാണെന്നുള്ള അറിയാലോ. ഇസ നിനക്ക് ഇഷ്ടപ്പെട്ടോടി വണ്ടി? വേണോ? എനിക്ക് ചിക്കൻ മതി, വേറൊന്നും വേണ്ട. നിന്നെ അവിടെ വിളിക്കണം. ഇസ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവൾക്ക് മീമി. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ 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 അല്ലേ നിന്റെ ചിക്കൻ അവിടെ റെഡി ആയിരിക്കണം. എന്റെ കയ്യിലേക്ക് വന്നിട്ട് കയ്യിലൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ തിരിച്ചങ്ങോട്ട് പോയി. ഇത് കാണിച്ചാ വരും. ദേവന് അവളുടെ മണം അറിയാം. നീ അതിന് വിൽക്കാറില്ലല്ലോ. അത് കാരണം അപ്പോ പിണങ്ങി. ഈ അതിഥി വന്നിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നണ്ടേ. അപ്പൊ ഇത്രയല്ലോ. ഇത്രയല്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ഥലം കൂടെ വരെ പോണം. ബാക്കി ടു ബി കണ്ടിന്യൂഡ്. ടാറ്റാ. പുറത്തേക്കൊന്ന് പോവാണ്, പള്ളിയിൽ പോകണമെന്ന് വെഞ്ചിരിക്കണം. പിന്നെ അമ്മേനെ അപ്പനെയും കാണണം. അവർക്ക് ഇപ്പോഴും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ അവരെ പോയി കണ്ടിട്ട് വരാൻ വിചാരിക്കുകയാണ്. ആൻഡ് ചെറിയൊരു കറക്കം ഇറങ്ങിയിട്ട് വരാം. ഓക്കെ ബൈ. പോയിട്ട് വരാം. വെഞ്ചിരിക്കാൻ പോയത് കൊരട്ടിപ്പള്ളിയിലാണ് കേട്ടോ. വെഞ്ചിരിപ്പ് എല്ലാം കഴിഞ്ഞ് നേരെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോയത്. പപ്പേനെയും അമ്മേനെയും കണ്ട ആള് കേക്കൊക്കെ കൊടുത്ത് കുറച്ചിടം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നത്. ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞില്ല, ഇന്നൊരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴാണ് ബർത്ത്ഡേ വരിക. ശരിക്കും തുടങ്ങുന്നേ ഉള്ളു ബർത്ത്ഡേ എന്നൊക്കെ. ബർത്ത്ഡേക്ക് മുന്നേ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞു. അതാ എൻ്റെ ക്രെഡിറ്റ്. എല്ലാം എന്താ പറയാ, ഒരു മുഴം മുന്നേറിയാന്ന് പറയില്ലേ, അതാണ് ഞാൻ. അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തോ ഇങ്ങനെ എറിഞ്ഞിട്ട് ഒരു ഡയലോഗ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇതാവുമ്പോൾ 12 മണി വരെ നോക്കിയിരുന്ന് ഇങ്ങനെ അലറി വിളിച്ച് അങ്ങനത്തെ സർപ്രൈസ് ഒന്നും അല്ലല്ലോ. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് സ്റ്റോറിയൊക്കെ ഇട്ട് റിലാക്സ് ചെയ്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. എല്ലാം പോയി, പള്ളിയിലൊക്കെ പോയി, നമ്മൾ വണ്ടിയൊക്കെ വെഞ്ചിരിച്ചു. അത് കഴിഞ്ഞ് നേരെ പപ്പേനെയും അമ്മേനെയും പോയി കണ്ടു. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ എല്ലാവരുമായിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇതാ കിടന്നു. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.